നിയമസഭയിലെ ഇരട്ട പെൻഷൻ കൈപ്പറ്റിയ സംഭവത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് മുൻ മന്ത്രി പി കെ ശ്രീമതി. വാർത്ത അടിസ്ഥാനരഹിതം. പി കെ കൃഷ്ണൻ എന്ന ഒരാളെ തനിക്ക് അറിയില്ല എന്നും പി കെ ശ്രീമതി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതിനെതിരെ നിയമപരമായ നടപടി, ഇത്തരം വാർത്തകൾ നൽകിയവർക്കെതിരെ നിയമപരമായ നടപടി ഉണ്ടാകുമെന്നും ശ്രീമതി പറഞ്ഞു. ഇത്രയും തെറ്റായിട്ടുള്ള അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത എന്നെപ്പോലെ 50 കൊല്ലമായിട്ട് ഈ സമൂഹത്തിൽ ഞാനുണ്ട്. ഇങ്ങനെ ചോദിക്കാതെ വസ്തുതകൾ അടിസ്ഥാനരഹിതമായിട്ട് സമൂഹത്തിൽ ഒരു പൊതുപ്രവർത്തകയെ സമൂഹത്തിനിടയിൽ നാറ്റിക്കുക, അപമതിപ്പുണ്ടാക്കുക എന്നുള്ള ആ ദുരുദ്ദേശത്തിലൂടെയല്ലേ MLA അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, പാലക്കാട് ആരെങ്കിലും അങ്ങനെ MLA ഉണ്ടോ? ഇല്ല. തൃശ്ശൂരുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ആരാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആളെ എനിക്കറിയില്ല. ഞാനിപ്പോൾ DGPക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും നിയമസഭ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, ഈ വിവരാവകാശ രേഖപ്രകാരമാണല്ലോ ഈ പേരുവിവരങ്ങൾ പുറത്തു വന്നത്. നിയമസഭയിൽ നിന്നും അനധികൃത പെൻഷൻ, നിയമസഭാംഗം ആയിരുന്ന ഒരാൾ ലോക്സഭാ അംഗമാകുമ്പോൾ ഇരട്ട പെൻഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നത്. അപ്പോൾ പി കെ ശ്രീമതി പറയുന്നു ഇത് തെറ്റായ വിവരമാണ് എന്ന്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ രേഖകൾ പ്രകാരമാണ് ജനം TV ഈ വാർത്ത നൽകുന്നത്. അതായത് വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖയാണ്. ആ രേഖയിൽ 13ാമത്തെ പേജിൽ സീരിയൽ നമ്പർ 66 ശ്രീമതി PR കൃഷ്ണൻ എന്ന ആളുടെ ഭാര്യ പി കെ ശ്രീമതി എന്ന നിലയിൽ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന ഈ രേഖകളിൽ പറയുന്നത്. നമുക്കറിയാം, ഈ പി കെ ശ്രീമതി മുൻ മന്ത്രിയായിരുന്നു, അറിയപ്പെടുന്ന CPM-ന്റെ തന്നെ രാഷ്ട്രീയ നേതാവാണ്. ആ പേരാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചത്. ഇപ്പോൾ അതിലാണ് വാർത്ത നൽകുന്നത് ഇരട്ട പെൻഷൻ കൈപ്പറ്റുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ രേഖകൾ സഹിതം, അതായത് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്നും ലഭിച്ച രേഖകൾ സഹിതമാണ് ജനം TV വാർത്ത നൽകുന്നത്. എന്നാൽ ഈ വാർത്ത അടിസ്ഥാനരഹിതമെന്നാണ് ഈ പി കെ ശ്രീമതി പറയുന്നത്. മാത്രമല്ല, ഇത് പറയുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന ആളെ തനിക്കറിയില്ല, തൻ്റെ ഭർത്താവല്ല എന്നും അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നതറിയില്ല എന്നാണ് പി കെ ശ്രീമതി പറയുന്നത്. അത് അത്തരം ഈ ഒരു വാർത്തയ്ക്കെതിരെ തന്നെ നിയമ നടപടി അടക്കം സ്വീകരിക്കാൻ താൻ തയ്യാറെടുക്കുകയാണ്. അത് മുഖ്യമന്ത്രിക്കും നിയമസഭാ സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവർക്ക് പരാതി നൽകും എന്നാണ് ശ്രീമതി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ വ്യക്തത തരേണ്ടത് നിയമസഭാ സെക്രട്ടേറിയറ്റാണ്. നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്താണ് ഇത്തരത്തിൽ ഈ പേര്, പി കെ ശ്രീമതിയുടെ പേര് എങ്ങനെ വന്നു, ഈ കൃഷ്ണന് ഭാര്യ എന്ന നിലയിലാണ് ഈ പി കെ ശ്രീമതിയുടെ പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായൊരു മറുപടി ഇനി കൊടുക്കേണ്ടത് നിയമസഭാ സെക്രട്ടറിയാണ്. നിയമസഭാ സെക്രട്ടറിയുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നത് കാര്യം കൂടിയാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ പി കെ ശ്രീമതി പരാതി നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഇത്തരത്തിൽ ഇരട്ട പെൻഷൻ കൈപ്പറ്റുന്നവരുമായി ബന്ധപ്പെട്ടൊരു വലിയ രേഖകൾ തന്നെ, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് തന്നെ അതിൽ പറയുന്നുണ്ട്. അതിൽ നിരവധി പേരുടെ പേര് പറയുന്നുണ്ട്. മുൻ നേതാക്കളായിട്ടുള്ളവരുടെ എല്ലാം നിരവധി പേരുടെ പേര് ഇതിൽ പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് പി കെ ശ്രീമതിയുടെ പേരും പറയുന്നത്. ഇത്തരത്തിൽ ഒരു കൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യ എന്ന നിലയിലാണ്, മുൻ MLA ആണ് എന്നൊക്കെയാണ് പറയുന്നത്. PR കൃഷ്ണനാണ്. PR കൃഷ്ണൻ മുൻ MLA ആണ്. ആ MLA-യുടെ ഭാര്യ എന്ന നിലയിലാണ് പി കെ ശ്രീമതി ഇത്തരത്തിൽ പെൻഷൻ കൈപ്പറ്റിയത് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു നിയമസഭാ സെക്രട്ടറിയിൽ നിന്ന് ലഭിച്ച രേഖകൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജനം TV ഇത് വാർത്തയായി പുറത്തു കൊണ്ടുവരികയും ചെയ്തത്. ഇതിനെതിരെയാണ് ഇപ്പോൾ പി കെ ശ്രീമതി തന്നെ രംഗത്തെത്തുകയും വളരെ അതിവൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഏതായാലും നിയമസഭാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ 2 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. PR കൃഷ്ണൻ എന്നൊരു MLA ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പി കെ ശ്രീമതി ആരോപിക്കുക കൂടി ചെയ്യുന്നുണ്ട്. കൃത്യമായി ഇനി ഒരു വ്യക്തത വരുത്തേണ്ടത് നിയമസഭാ സെക്രട്ടേറിയറ്റ് തന്നെയാണ്. ഈ വാർത്തയിൽ ഈ ഇരട്ട പെൻഷൻ കൈപ്പറ്റുന്നു എന്ന അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത, അതിലാണ് പി കെ ശ്രീമതിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. വാർത്ത പി കെ ശ്രീമതി നിഷേധിച്ചു. മാത്രമല്ല, നിയമപരമായിട്ട് നേരിടും എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ്. നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ രേഖകൾ പ്രകാരമാണ് ഈ വാർത്ത നൽകിയത്. വെറുതെ കേട്ടുകേഴ്വി കൊണ്ട് കൊടുത്ത വാർത്തയല്ല, രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. ഇരട്ട പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു. ആ പട്ടികയിൽ പി കെ ശ്രീമതിയും ഉൾപ്പെട്ടിരുന്നു. പക്ഷേ താൻ ആ പട്ടികയിലില്ല. പി കെ കൃഷ്ണൻ എന്ന് പറയുന്ന ആളെ തനിക്കറിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പി കെ ശ്രീമതി പറഞ്ഞത്. എന്തായാലും നിയമസഭാ സെക്രട്ടേറിയറ്റിനാണ് ഇക്കാര്യത്തിൽ പിഴവുണ്ടായത്
എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത്.